പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്പോട്ടിഫൈ ഫ്രെയിം എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ആദ്യമായിട്ട് നമ്മൾ സ്പോട്ടിഫൈൻ്റെ ഫ്രെയിം ഡൗൺലോഡ് ചെയ്യണം. വൈറ്റ് ബാക്ക്ഗ്രൗണ്ടുള്ള ഫ്രെയിമാണ് ഞാനിവിടെ ഡൗൺലോഡ് ചെയ്യുന്നത്. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ സ്പോട്ടിഫൈ ആപ്ലിക്കേഷനകത്ത് കയറുക. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. ഞാനിവിടെ സെലക്ട് ചെയ്തേക്കുന്നത് ശ്രീരാഗമോ എന്നുള്ള പാട്ടാണ്, പവിത്ര സിനിമയിലെ. ആ പാട്ട് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ 3 കുത്ത് കാണും മേലെ. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഷെയർ കൊടുക്കുക. ഷെയറിൽ കോപ്പി ലിങ്ക് കൊടുക്കുക. ഈ ലിങ്ക് കോപ്പി ചെയ്തതിന് ശേഷം നമ്മൾ ഗൂഗിൾ ക്രോമിൽ പോയിട്ട് സ്പോട്ടിഫൈൻ്റെ വെബ്സൈറ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മളവിടെ സെർച്ച് ചെയ്യുക, സ്പോട്ടിഫൈ കോഡ് എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ വെബ്സൈറ്റ് ലോഡായിട്ട് വരും. ആ വെബ്സൈറ്റിൻ്റെ അകത്തേക്ക് കയറിയതിന് ശേഷം ഇതാണ് വെബ്സൈറ്റ്. അവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ വെബ്സൈറ്റ് കയറി ഇവിടെ ഈ ഒരു സ്പേസിൽ നമ്മൾ കോപ്പി ചെയ്ത ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്യാം. പേസ്റ്റ് ചെയ്തതിന് ശേഷം ഗെറ്റ് സ്പോട്ടിഫൈ കോഡ് എന്ന് കൊടുക്കുക. എന്നിട്ട് താഴെ കാണുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻ ക്ലോസ് ചെയ്തിട്ട് താഴേക്ക് പോയാൽ അവിടെ കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ കാണാം. കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ആ കോഡ് വരും. കോഡിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് മാറ്റാം. അപ്പോൾ ആർ കളറും നമുക്ക് വേണമെങ്കിൽ മാറ്റാൻ പറ്റും. അത് നമുക്ക് എങ്ങനെ ഏത് കളറാണ് വേണ്ടത് വെച്ചാൽ സെലക്ട് ചെയ്യാം. ഇനി ഡൗൺലോഡ് കോഡ് കൊടുക്കുക. ഡൗൺലോഡ് കോഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിലേക്ക് ആ കോഡ് ഇമേജ് ആയിട്ടോ PNG ആയിട്ടോ നമുക്ക് സേവ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ സ്നാപ്സീഡ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ആവശ്യമായ ഫോട്ടോ, അതായത് നമ്മുടെ സ്പോട്ടിഫൈൻ്റെ ടെംപ്ലേറ്റിൽ കാണുന്ന ആ ഒരു സ്ക്വയർ സൈസിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഏകദേശം ഈ ഒരു സൈസിലാണ് നമുക്ക് ആ ഫോട്ടോസ്, നമ്മളിപ്പോൾ ഏതെങ്കിലും പാട്ട് പ്ലേ ചെയ്യുകയാണെങ്കിൽ ഫോട്ടോസ് കാണാം. എന്നിട്ട് അത് സേവ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇൻഷോട്ട് എടുക്കുക. ഇൻഷോട്ട് എടുത്തിട്ട് അവിടെ ന്യൂ പ്രൊജക്റ്റ് കൊടുക്കുക. എന്നിട്ടൊരു ബ്ലാങ്ക് ഫയൽ സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, അതിൻ്റെ ഒരു റേഷ്യോ ഏകദേശം ഒരു ഇൻസ്റ്റഗ്രാമിൻ്റെ സൈസാക്കി വെക്കുക. എന്നിട്ട് അവിടേക്ക് നമ്മൾ ആദ്യം എടുത്ത സ്പോട്ടിഫൈയുടെ ടെംപ്ലേറ്റ് കോപ്പി ചെയ്യുക, അവിടെ പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്തതിന് ശേഷം അതിന് അലൈൻമെൻ്റൊക്കെ ഒന്ന് കറക്റ്റാക്കി വെക്കുക. അലൈൻമെൻറ്റ് കറക്റ്റാക്കിയ ശേഷം നമുക്ക് അവിടെ ഏത് പാട്ടാണെന്നുള്ളത് ടൈപ്പ് ചെയ്യാം. ഇവിടെ ഞാൻ ശ്രീരാഗമോ എന്നുള്ള പാട്ടാണ് എടുത്തേക്കുന്നത്. ആ പാട്ടിൻ്റെ നെയിം സെലക്ട് ചെയ്തിട്ട് നമുക്ക് അതിൽ കാണിക്കുന്ന ആ ഒരു ഫോണ്ട് നമുക്ക് ഈ ഇൻഷോട്ടിൽ നിന്ന് സെലക്ട് ചെയ്യാം. ഏത് ഫോണ്ടാണ് നമുക്ക് വേറെ ഫോണ്ട് വേണമെങ്കിൽ വേറെ ഫോണ്ടിലാക്കാം. പക്ഷേ ഒറിജിനാലിറ്റി ഫീൽ ചെയ്യാൻ വേണ്ടി സ്പോട്ടിഫൈയുടെ ഫോണ്ട് തന്നെയാണ് എടുക്കുന്നത്. എന്നിട്ട് സ്പോട്ടിഫൈൻ്റെ ടെംപ്ലേറ്റിൽ അത് കറക്റ്റായിട്ട് പേസ്റ്റ് ചെയ്യാം. ഇവിടെ ശ്രീരാഗമേ തേടുന്നു എന്നാണ് ഈ സ്പോട്ടിഫൈയിൽ കൊടുത്തേക്കുന്ന പേര്. ഇവിടെ നമ്മളത് എഡിറ്റ് ചെയ്തിട്ട് ശ്രീരാഗമേ തേടുന്നു എന്നുള്ള നെയിം അപ്ഡേറ്റ് ആക്കി. അതിനുശേഷം അതിൻ്റെ അലൈൻമെൻ്റൊക്കെ ഒന്ന് ശരിയാക്കുക. എന്നിട്ട് ഈ പാട്ട് പാടിയ ആളും ഇതിൻ്റെ ക്രിയേറ്ററുടെ നെയിമും നമുക്ക് സ്പോട്ടിഫൈയിൽ നോക്കുമ്പോൾ കാണാം. ഇവിടെ ശരത് സാറാണ് ഈ പാട്ട് കമ്പോസ് ചെയ്തേക്കുന്നത്, പുള്ളിയുടെ പേരും പിന്നെ പാടിയത് യേശുദാസ്, അവരുടെ 2 പേരുടെ പേരും ആഡ് ചെയ്തു. ആഡ് ചെയ്തതിന് ശേഷം പേരിൻ്റെ താഴേക്ക് പേസ്റ്റ് ചെയ്തു. നമ്മൾ ആ ഒരു സ്പോട്ടിഫൈൻ്റെ ടെംപ്ലേറ്റിൽ നോക്കി അതുപോലെ തന്നെ ഇവിടെ ടൈപ്പ് ചെയ്യാൻ ചെയ്ത് എന്നിട്ട് അതിന് വേറൊരു ഫോണ്ട് കൊടുത്തു. ഫോണ്ട് കൊടുത്തതിന് ശേഷം ഇവിടെ പേരിൻ്റെ അടിയിലേക്ക് അത് റീസൈസ് ചെയ്തിട്ട് അലൈൻമെൻറ്റ് റെഡിയാക്കി. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വേണ്ട ചില ഫോട്ടോ, അതായത് നമ്മൾ ആ ടെംപ്ലേറ്റിൽ കാണുന്ന ഫോട്ടോ, ആ ഫോട്ടോ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ സേവ് ചെയ്ത് വെച്ച ഫോട്ടോ എക്സ്പോർട്ട് ചെയ്തെടുത്തു. എന്നിട്ട് അത് നമ്മൾ ഈ പറയുന്ന ഇൻഷോട്ടിലേക്ക് ആഡ് ചെയ്തു. ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു നമ്മുടെ
സ്പോട്ടിഫൈയുടെ കോഡ്. ഈ കോഡ് നമുക്ക് ശരിക്കും ഫ്രെയിം ചെയ്തതിന് ശേഷം സ്കാൻ ചെയ്യുകയാണെങ്കിൽ ഈ പാട്ട് ഡയറക്റ്റ് സ്പോട്ടിഫൈയിൽ കേൾക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അത് ആഡ് ചെയ്തതിന് ശേഷം സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ചിലർക്ക് പല പല കളർ മോഡ്സ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനെ വീണ്ടും ഒരു നമ്മുടെ ഇൻഷോട്ടിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഫിൽറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാനിവിടെ വേരിയസ് ഫിൽറ്റേഴ്സ് ട്രൈ ചെയ്തു. പിന്നെ ഞാൻ കൂടുതലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലെങ്കിൽ ഒരു ഓഫ് വൈറ്റ് കളേഴ്സാണ് കുറച്ചും കൂടി എടുക്കാൻ താല്പര്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലൂണാർ എന്ന് പറഞ്ഞുള്ള ഒരു ഫിൽറ്ററാണ് ഞാൻ ആഡ് ചെയ്തേക്കുന്നത്. അതിനുശേഷം സേവ് ചെയ്യുക. ഇനി അലൈൻമെൻറ്റ്സ് റേഷ്യോസ് മാറ്റണമെങ്കിൽ മാറ്റാം കേട്ടോ. നമ്മൾക്ക് ഏത് റേഷ്യോയിലാണ് വേണ്ടത് വെച്ചാൽ വേണമെങ്കിൽ ഇവിടെ നിന്ന് തന്നെ മാറ്റാൻ പറ്റും. മാറ്റിയതിന് ശേഷം സേവ് ചെയ്യുന്നു. ഇതാണ് നമ്മളെ കളറിലുള്ള ഔട്ട്പുട്ട്. ഇതാണ് ഫിൽറ്റർ ആഡ് ചെയ്തപ്പോഴുള്ള ഔട്ട്പുട്ട്. ഇനി ഇതിന് ഫ്രെയിം വേണം. ഫ്രെയിം നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ചെറിയ ഫ്രെയിംസൊക്കെ വാങ്ങിക്കാൻ കിട്ടും, A4 സൈസിലൊക്കെയുള്ള. അതുപോലത്തെ ഒരു ഫ്രെയിംസ് ഫ്ലിപ്കാർട്ടിൽ കയറി സെലക്ട് ചെയ്തതിന് ശേഷം അത് ഓർഡർ ചെയ്യാം. ഇവിടെ നമുക്ക് കാണാം ഒരുപാട് ഫ്രെയിംസ് നമുക്ക് പറ്റിയ സൈസിലുണ്ട്. അത് ഗിഫ്റ്റ് ചെയ്യാനൊക്കെയാണല്ലോ കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത്. നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കാവുന്നൊരു ചെറിയ പരിപാടിയാണ്. ഗിഫ്റ്റ് ഇപ്പോൾ ആനിവേഴ്സറി, ബർത്ത്ഡേക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ. എന്നിട്ട് അത് ഓർഡർ ചെയ്ത് എന്നിട്ട് ഇതാണ് നമ്മളെ ഫോട്ടോ. ആക്ച്വലി ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇതുപോലെ ഇരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ